നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 9 സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി ചെമ്പുച്ചിറ കുളത്തിലേക്ക് മറിയുകയായിരുന്നു. കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ യാത്രക്കാരായ 2 പേരും വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അപകട വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചു. പെട്രോളിംഗ് നടത്തുകയായിരുന്ന വെള്ളിക്കുളങ്ങര പോലീസും ഉടൻ സ്ഥലത്തെത്തി. രാവിലെ 9 മണിയോടെ കാർ കുളത്തിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ ചേർപ്പ് ആര്യ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ക്യാമ്പ് PTA പ്രസിഡന്റ് ഷജിനി ഷിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സുനജ, ഡോക്ടർ അഞ്ജു, MPTA പ്രസിഡന്റ് ഷബീന എന്നിവർ പ്രസംഗിച്ചു. സ്വർണ്ണവില കേരളത്തിൽ ഇന്നും ഇടിഞ്ഞു. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,465 രൂപയും പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയുമായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗ്രാമിന് 705 രൂപയും പവന് 5,640 രൂപയുമാണ് കുറഞ്ഞത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വില സർവകാല ഉയരത്തിലായിരുന്നു. അന്നത്തെ വിലയായ ഗ്രാമിന് 12,170 രൂപയിൽ നിന്നും പവന് 97,360 രൂപയിൽ നിന്നുമാണ് ഇപ്പോൾ വില വൻതോതിൽ താഴ്ന്നിറങ്ങിയത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $4,381 നിലവാരത്തിൽ നിന്ന് $4,009 എത്തിയ പശ്ചാത്തലത്തിലായിരുന്നു കേരളത്തിലും വീഴ്ച. പുതുക്കാട്, കൊടകര സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസിൽ പ്രതികളായവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. NDPS നിയമപ്രകാരം മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിൽപ്പനയിലൂടെ അനധികൃതമായി സ്വായത്തകമാക്കിയ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 180 ഗ്രാം MDMA പിടിച്ചെടുത്ത കേസിലെ പ്രതിയായ ഡാർക്ക് മെർച്ചന്റ് എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ദീപക് 2025 മെയ് മാസം 23-ാം തീയതി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 125 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളായ എറണാകുളം ആലുവ മാമ്പ്ര സ്വദേശി പള്ളത്ത് വീട്ടിൽ താരിസ്, എറണാകുളം ആലുവ മാമ്പ്ര സ്വദേശി ചീനിവിള വീട്ടിൽ ആഷ്ലിൻ എന്നിവരുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ദീപകിന്റെ 1,10,650 രൂപയാണ് കണ്ടുകെട്ടിയത്. താരിസിന്റെ 23,25,000 രൂപ വില വരുന്ന ലോറി, 58,000 രൂപ വില വരുന്ന കാർ എന്നിവയാണ് കണ്ടുകെട്ടിയത്. ആഷ്ലിന്റെ 5,500 രൂപ വില വരുന്ന സ്കൂട്ടറാണ് കണ്ടുകെട്ടിയത്. ദീപക് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാഷിഷ് ഓയിലുമായി അറസ്റ്റിലായ കേസിലും പ്രതിയാണ്. താരിസ് ആലുവയിൽ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ബാംഗ്ലൂരിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകുകയായിരുന്ന കാർ യാത്രികരെ ചാലക്കുടി മേൽപ്പാലത്തിൽ നിന്നും കുഴൽപ്പണക്കടത്ത് സംഘമെന്ന് തെറ്റിദ്ധരിച്ച് കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസുൾപ്പെടെ 16ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇതേ കേസിൽ താരിസിന്റെ കൂട്ടുപ്രതിയാണ് ആഷ്ലിൻ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ BCB DYSP M. ഉല്ലാസ് കുമാർ, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, കൊടകര SHO PK ദാസ് എന്നിവരാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപയും പവന് 91,720 രൂപയും രേഖപ്പെടുത്തി. വനന്തരപ്പിള്ളി കലവറക്കുന്ന് കുന്നത്തുപറമ്പിൽ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരസയാണ് ഭാര്യ. ഷീജ, സുരേഷ്, ഷീബ, സുനിൽ എന്നിവർ മക്കളും. സത്യൻ, ചന്ദ്രൻ, സിന്ധു, ഷിജി എന്നിവർ മരുമക്കളുമാണ്.
ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.